ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ചെറുതായിട്ട് നമുക്കെല്ലാം ചിരണ്ടി എടുക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, ഞാൻ ഒരു സ്പ്രിംഗ് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഒണിയന് പകരം സവാള ആയാലും മതി. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിരണ്ടിയെടുത്ത കോളിഫ്ലവർ, പിന്നെ ഇത് കസ്തൂരി മേത്തിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്ത്. ഒരു പാൻ വയ്ക്കാം, നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാനാണ്. അതിലേക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കാം. ഓയിൽ ചൂട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ആയിമോദകം ഇട്ട് കൊടുക്കാം കേട്ടോ. ആയിമോദം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തിട്ട് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഇല്ല എങ്കിൽ സവാള ആയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അല്ലേ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഗരം മസാല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റും. കോളിഫ്ലവർ പൊതുവെ കഴിക്കാൻ ഒരുപാട് പ്രയാസമല്ലേ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ആയാലും കഴിച്ചോളും കേട്ടോ. അതിന് നമുക്ക് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തിരുന്ന കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്നായി വരും. ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ കേട്ടോ. ഇതിൻ്റെ മസാല റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഗോതമ്പ് പൊടി നമുക്ക് കുഴച്ചെടുക്കേണ്ട സമയമുള്ളൂ കേട്ടോ. ഞാൻ അതിന് വേണ്ടിയുള്ള ആട്ട കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഇച്ചിരി ലൂസായിട്ട് കുഴച്ചെടുക്കാൻ നോക്കണം. നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് ആട്ട നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കാമേ. അതിന് ശേഷം ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ചെറിയ ബോളാക്കി ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ഫില്ല് ചെയ്യാം. നല്ലപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് സാധാരണ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ആക്കി ബോൾസ് പോലെ ആക്കിയതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാമേ. സിമ്പിളാണ്, ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് റൊട്ടി ഉണ്ടാക്കുന്നത് പോലെ നമുക്കിത് പരത്തിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് റൊട്ടി ഉണ്ടാക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പം അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും മാറി മാറി പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും പുരട്ടി കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയാണ്. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ.
വലിയവർക്കായാലും ലഞ്ചിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.